സന്തോഷാദിഖേ പൗരാണിക പ്രയോഗാദികൾ തലസ്ഥിതി ബഹുക്ഷേമസ്ഥേ ബഹുഗുണസ്ഥേ. എന്താ ഇതിന്റെ അർത്ഥം അറിയോ രാജാദികൾ? അറിഞ്ഞൂടാ. ഷാരാദികൾക്ക് അറിയോ? അല്ല, എന്റെ സംസ്കൃതം പോലെ എന്തോ ആണ്, ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവിടെ ഇരിക്കണ ഈ കുട്ടിക്കുരങ്ങന്മാർക്ക് വല്ലവർക്കും വല്ല കുട്ടിക്കുരങ്ങത്തികൾക്ക് വല്ലതും പിടികിട്ടിയോ? കുരങ്ങത്തി എന്ന് പറഞ്ഞപ്പോ എന്താ ഒരു അഹംഭാവം മുഖത്ത്. എലി പുന്നില് എന്ത് കാര്യമുള്ളോ ചിരിക്കണത്? എന്താ ആ സംഭവം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? സന്തോഷാധിക്യേ, സന്തോഷത്തിന്റെ ആധിക്യത്തിലാണ് ചാക്യാർ ഇന്ന് ഈ വേദിയിൽ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിൽ നിൽക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ചാക്യാരാദികൾ പുരാവണികമായി തുടങ്ങി വച്ചൊരു കലാരൂപം എന്താ, ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു രാജസദസ്സിൽ നിന്ന് രാജാധികാരങ്ങളെ പോലും ചോദ്യം ചെയ്യാനും തമാശ രൂപേണ അല്പസ്വല്പം വിമർശിക്കാനും കഴിവുണ്ടായിരുന്നൊരു കലാരൂപത്തെ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അതിനനുഗുണമായ ആനുകൂല്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി, ഒറ്റയ്ക്ക് ഒരു വിദ്വാൻ വന്നിട്ട് ഇങ്ങനെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നൊരു പരിപാടി അവതരിപ്പിക്കാനുള്ള കാരണഭൂതനായിരിക്കുന്നത് ആരാ? നോമാണ് അല്ലേ? അപ്പൊ എന്താ ചാക്യാർ ഈ തരുണത്തിൽ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ന് ഈ പരിപാടി ലോകമെമ്പാടുള്ള ആളുകളിൽ എത്താൻ കാരണഭൂതൻ ഞാൻ. പറഞ്ഞു മനസ്സിലായോ? ഇന്ന് ഈ സ്റ്റാൻഡപ്പ് കൊമേഡി എന്ന് പറയുന്ന പരിപാടി ഇങ്ങനെ ലോകമെമ്പാടുള്ള മലയാളികളുടെ മനസ്സിനകത്ത് വന്ന് ചിരപ്രതിഷ്ഠ നേടാൻ കാരണഭൂതനായിരിക്കുന്നത് നോമാണ്. പക്ഷേ ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കൈയടിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങോട്ട് വെറുതെ കൈയടിക്കരുത്. കാരണം പ്രശ്നങ്ങളെപ്പോൾ എന്താ വെച്ചാൽ ചില വാക്കുകൾ എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കേണ്ടെന്ന് നമ്മൾ നിരീക്ഷിച്ചില്ലെങ്കിൽ ചില വാക്കുകൾ മലയാളം നിഘണ്ടുന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ വായയുടെ തുമ്പത്ത് തന്നെ എടുത്തു കളയേണ്ടി വരും. ഇപ്പോൾ കാരണഭൂതൻ കാരണം മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ചാൽ വാക്കുകൾക്ക് അതിൻ്റേതായ അർത്ഥം. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, കാലോചിതമായ മാറ്റങ്ങൾ കലാരൂപങ്ങളിൽ വരുത്തിക്കൊണ്ടു വന്നാൽ മാത്രമേ കലാരൂപങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. കാരണം എന്താ, ഇപ്പോൾ ചാക്യാർ ഇവിടെ കണ്ട ഇല്ലേ? അപ്പോൾ എന്താ ചാക്യാർ പറഞ്ഞു തുടങ്ങുന്നത് വെച്ചാൽ, സാധാരണ ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വേദിയിൽ കിടന്ന് സാമ്പാറും അവിയലും അതുപോലൊപ്പം തന്നെ കാളനും ഒരെണ്ണൊക്കെ കുട്ടികളുടെ സദ്യയുണ്ട്, അവനും തന്നെ ഭക്ഷണവും വയറ് നിറച്ച് പോകുന്ന ഒരു പരിപാടി ചാക്യാർക്കില്ല. കാരണം വെച്ചാൽ ഏതൊരു കലാരൂപത്തിനും ആ കലാരൂപത്തിന് അതിൻ്റേതായ ഒരു കലാസൃഷ്ടിക്ക് അതിൻ്റെ സ്ഥായിയായ ഭാവമുണ്ട്. എന്താ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ ഈ സ്ഥായിയായ ഭാവം എന്ന് പറഞ്ഞാൽ, ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പരിപാടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ ഷാരരീതികളാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക. അതോടൊപ്പം തന്നെ വരുന്ന ഗസ്റ്റുകൾ അതുപോലെ തന്നെ ആളുകൾ എല്ലാവരും ഉണ്ടെങ്കിൽ പോലും ഒരു സുന്ദരി ഉണ്ടല്ലോ അവിടെ. രാജകൊട്ടാരത്തിൽ രാജസുന്ദരിയായിട്ടുള്ള ഒരാളുണ്ടല്ലോ. എന്താ അവരുടെ പേര്? ഓ, അത് ഏതൊരു രാജകുമാരിയുടെ പേരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡയാന രാജകുമാരി അല്ല. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിനകത്ത് ഒരു രാജകുമാരിയുണ്ട്, പേരും ഡയാന രാജകുമാരി. അപ്പോൾ നമുക്ക് നിറവാർന്നൊരു കയ്യടിയോടുകൂടി നമ്മുടെ അവതാരകയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡയാന. നമസ്കാരം. സ്വാഗതം. അതൊക്കെ ഇങ്ങനെ സ്വാഗതമൊക്കെ എല്ലാവർക്കും നോമങ്ങടെ അർപ്പിച്ചിരിക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട കർത്തവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ തമാശയുടെ നുറുങ്ങുവട്ടങ്ങൾ വെളിപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്ന ആ കലാപൗരന്മാരെ നമുക്ക് രാജസന്നിധിയിലേക്ക് വിളിക്കാന്നുള്ളൊരു കർമ്മം മാത്രമേ കുട്ടിയുടെ ഉള്ളൂ. അപ്പൊ അവരെ അങ്ങോട്ട് വിളിച്ചോളൂ. അപ്പൊ പിന്നെ ചാക്യാർ പറഞ്ഞ പോലെ ഇന്നത്തെ ആദ്യത്തെ പെർഫോമറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇന്ന് ആദ്യമായി പെർഫോം ചെയ്യാനെത്തുന്നു അനന്തകൃഷ്ണൻ. ലെറ്റ്സ് വെൽക്കം അനന്തകൃഷ്ണൻ. നമസ്കാരം ചേട്ടാ. നമ്മളെല്ലാവരും കണ്ടമാനം മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇത് പണ്ട് പത്രമായിരുന്നു, മാസികയായിരുന്നു, ടെലിവിഷൻ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ ബാത്റൂമിൽ പോകുമ്പോൾ പത്രം എടുക്കും, ഞാൻ പോകുമ്പോൾ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ എടുക്കും. അച്ഛൻ പത്രം കഷത്തി വെച്ച് നടക്കും, ഞാനിത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കും. പത്രത്തിനോട് എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കോളമൊക്കെ നോക്കിയിട്ട് വാർത്ത ഇങ്ങനെ വായിച്ച് വരുമ്പോഴും ആ ലൈക്ക് ബട്ടൺ കണ്ടില്ല എനിക്ക് കൈവറിക്കും. ഈ പത്രം ജോലിയുള്ളവരാണ് അതിൽ പോസ്റ്റ് ഇടുന്നത്, വീഡിയോ ഇടുന്നത്. ടെലിവിഷൻ ആണെങ്കിൽ വീഡിയോ ഇടുന്നത്. പക്ഷേ ഇപ്പം ഒരു ജോലി ഇല്ലെങ്കിലും പോസ്റ്റ് ഇടാം, വീഡിയോ ഇടാം. അപ്പം പത്രങ്ങളിലും ടെലിവിഷനിലും ഒരുപാട് കാറ്റഗറി ഉണ്ടായിരുന്നു. സ്പോർട്സ് ഉണ്ടായിരുന്നു, കായികം, മറ്റേ ചരമം, പരസ്യം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഓരോരുത്തർ ഇടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് കണ്ടന്റായി. പക്ഷെ എന്നാലും നമ്മൾ ഇവരെ കാറ്റഗറികളാക്കി തിരിക്കാൻ പറ്റും നമുക്ക്. ഉദാഹരണം ഞാൻ പറയും. ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ക്യൂട്ട്നെസ് ഓവർലോഡ്. ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫോൺ ഇങ്ങനെ എടുക്കും, ചിരിക്കും, ഒരു 10 സെക്കൻഡ് മ്യൂസിക്, പിന്നെ മറ്റേ സൈഡ് തിരിക്കും, 10 സെക്കൻഡ് മ്യൂസിക്,
റിപ്പീറ്റ്. ദോഷം പറയരുതല്ലോ. മിനിമം ഒരു 3.5 മില്യൺ വ്യൂവും 2 മില്യൺ ലൈക്കും ഉണ്ടാവും. ഇത് ഇത്ര സിമ്പിൾ ആണോ എന്ന് ആലോചിച്ചിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ചെയ്ത് നോക്കി. ദോഷം പറയരുതല്ലോ, 17 വ്യൂവും 6 ലൈക്ക്. 6 ലൈക്ക് അടിച്ചവരെ ഞാൻ മറക്കൂല. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, ഇതല്ലടാ ജെൻഡർ ഇൻഇക്വാളിറ്റി. അപ്പൊ അവൻ പറഞ്ഞു, അല്ലടാ, ആർഷ ഭാരത സംസ്കാരം മരിച്ചിട്ടില്ല. പക്ഷെ ഇവൻ അതുകൊണ്ടൊന്നും തളർന്നില്ല. ഇവൻ അതേ ക്യൂട്ട് പെണ്ണിനെ കണ്ടുപിടിച്ച് സെറ്റാക്കി വീട്ടിൽ കൊണ്ട് അമ്മയെ കാണിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, കൊള്ളലടാ മോനെ, ഇത് രസം കേട്ടോ എന്ന് പറഞ്ഞു. അമ്മ ഇവന് കെട്ടുപ്രായം നിൽക്കായിരുന്നു. അച്ഛനെ അമ്മമാരെയും കൂട്ടി പെണ്ണിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ അമ്മ സ്റ്റാൻഡ് മാറി. ഒരു മെനയിലല്ലോടെ അമ്മനെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അമ്മ ഫിൽറ്റർ ഇല്ലാഞ്ഞിട്ട് കാണട്ടാ, ഞാൻ എഡിറ്റ് ചെയ്ത് ശരിയാക്കിക്കോളാം. ഈ ക്യൂട്ട് കാറ്റഗറി പെട്ടത് ഭൂരിഭാഗം പെണ്ണുങ്ങളാണ്. പക്ഷെ ആണുങ്ങൾക്കും കാറ്റഗറി ഉണ്ട്. ആണുങ്ങളുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മാസ് വീഡിയോ ഇടുന്ന അണ്ണന്മാര്. എന്റെ കുറെ സുഹൃത്തുക്കൾ ഇതിലുണ്ട്. ആണുങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്റെ വിധി എന്റെ തീരുമാനങ്ങളാണെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ വിളിച്ചപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് വരാതിരുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. ഇവന്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നപ്പം സാധാരണ എടുക്കുന്ന പോലെ തന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കും. സ്ലോ മോഷനാണ് ഇവന്മാരുടെ ആയുധം. അപ്പൊ ഞാൻ നോക്കിയപ്പം ഒരു തേങ്ങ പൊതിക്കണ പാരയുടെ നടുക്ക് ഇവൻ മറ്റേ ഫോൺ വെച്ചിട്ടുണ്ട്. പൈപ്പിന്റെ ചോട്ടിൽ നിന്ന് ഇവൻ ഇങ്ങനെ തിരിഞ്ഞു വരികയാണ്. സ്ലോ മോഷൻ. ഇവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മാറി നിന്നു. ഒരു മേക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ, ഞാൻ ആ വീഡിയോ ഇങ്ങ് എടുത്തു. ഇവൻ സ്ലോ മോഷനിൽ ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. 1 തിരിഞ്ഞു, 2 തിരിഞ്ഞു, മുഖത്തൊക്കെ കലിപ്പാണ്. 3ാമത് തിരിഞ്ഞപ്പോൾ ഇവൻ നിന്ന് മോങ്ങുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അമ്മ വന്ന് തേങ്ങ വെച്ചു ഒറ്റ പൊതി. ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ 12 വർഷമായിട്ട് തെറിച്ചൊക്കെ പോയി. എനിക്ക് ഇവനോട് പറയണമെന്നുണ്ടായിരുന്നു, നിന്റെ വിധി നിന്റെ തീരുമാനങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ അടുത്ത് ചെന്ന് സമാധാനിപ്പിക്കാന്ന് ഓർത്തിട്ട് തൊള്ളത്തൊക്കെ തട്ടി. അപ്പൊ അവൻ എന്നോട് ഇങ്ങോട്ട്, നീ എടുത്ത ആ മേക്കിംഗ് വീഡിയോ എനിക്ക് തരാമോ? ദേഷ്യം വന്നാൽ ഫോണാണെന്ന് നോക്കില്ല, തേങ്ങ പൊതിമാരി പൊതിച്ചു കളയുന്ന പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടാണ്. അതങ്ങനെ ഒരു ടീമാണ്. ഈ മാസ് വീഡിയോയും ക്യൂട്ട് വീഡിയോയ്ക്കും പ്രചോദനം നൽകുന്ന വേറൊരു കാറ്റഗറി പെട്ട ആൾക്കാരുണ്ട്. മോട്ടിവേഷണൽ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ വീഡിയോ ഇടുന്നവര്. ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ജോത്സ്യന്മാരെ പോലെയാണ്. മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഒക്കെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്നെ പോലെയാണല്ലോ എല്ലാവരും, എന്റെ അതേ അവസ്ഥയാണല്ലോ ഇവനൊക്കെ എന്ന് പറയും. അപ്പൊ ഞാൻ ഒരു ദിവസം ജോലി എടുത്തിട്ട് ഭ്രാന്ത് പിടിച്ച് വീട്ടിലിരിക്കുക. അപ്പൊ ജോസഫ് അന്നംകുട്ടി ജോസിന്റെ ഒരു വീഡിയോ കാണുകയാണ്. പുള്ളിയുടെ ഒരു വീഡിയോ ആണ്. പുള്ളി ഇങ്ങനെ പറയുകയാണ്, ജോലി ഭാരം കൊണ്ട് ഹൃദയാഘാതം വരാം, വിഷാദ രോഗങ്ങളിലേക്ക് പോകാം, അങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഹൃദയാഘാതത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഹൃദയം തുറന്ന് ഹൃദയമുള്ളവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നതിനെ പറ്റി പുള്ളി ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കയറ്റി വിട്ടു. ഞാനങ്ങ് ചാർജായി ഫോണങ്ങ് മാറ്റി വെച്ചിട്ട് വാതിലൊക്കെ തുറന്ന് പുറത്തിറങ്ങി. എന്റെ വീട്ടിൽ അമ്മയേ ഉള്ളൂ ഹൃദയമുള്ളത്. അമ്മേനെ കണ്ടു. അമ്മേ എന്ന് തികച്ചു വിളിച്ചില്ല. അമ്മ തിന്നാനൊന്നും ആയില്ല, പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ കംപ്ലീറ്റ് ഡൗൺ ആയി പോയി. അപ്പൊ ഞാൻ ഒന്നുകൂടെ ചാർജ് ആയിട്ട് വെച്ചു. അമ്മയ്ക്ക് ഡിപ്രഷൻ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ മുഖത്ത് പോലും നോക്കിയില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ദേഷ്യത്തിൽ അടുക്കളയിൽ പോയി കറിയാവുന്നതിന്റെ 2 ഇളക്കിളക്ക് 2 പപ്പടം ചുട്ടി. ഇവനെന്തിനാ പപ്പടം ചുട്ടെന്ന് ഓർത്ത് അമ്മ അടുക്കളയിൽ വന്നു. എന്നിട്ട് അമ്മ ചോദിച്ചു, നീ നേരത്തെ എന്തോ ഡിപ്രഷൻ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ, അത് വല്ല അസുഖമാണോ മക്കളെ എന്ന് ചോദിച്ചു. ഞാൻ ആകെ സന്തോഷം ഇങ്ങനെ ഇത് വന്നു. അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അതെ, ഇത് വിഷാദ രോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അസുഖമാണ് അമ്മയെന്ന്. അപ്പൊ അമ്മ, മക്കളെ, മൗനം സമ്മതത്തിലെ ജാനകിക്കും ഇതേപോലത്തെ എന്തോ അസുഖമായിരുന്നു, ഇന്നലെ പറയുന്നുണ്ടായിരുന്നെന്ന്. ഹൃദയം തുറക്കണ പരിപാടി എന്നിട്ട് ഞാൻ റൂമിൽ കയറി വാതിലടച്ചു, ഫോൺ എടുത്തു. മറ്റേ പുള്ളി മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴും ഒന്നും നോക്കില്ല, സ്ക്രോൾ ചെയ്തു. അപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര വന്നു. എന്നിട്ട് പുള്ളി പറയുന്നത്, യാത്രകൾ ചെയ്യാനാവാതെ ഡിപ്രഷൻ അടിച്ച് മരിച്ചുപോയ എത്ര പേരെ എനിക്ക് അറിയാവെന്നറിയാവോ, പ്രാകൃതമായൊരു ഫോൺ എടുത്ത് ഒറ്റയേറായിരുന്നു, തലേണയിലടിച്ച് തിരിച്ചു വെച്ചു. അമ്മാതിരി മോട്ടിവേഷനാണ് ഇവന്മാര്. ഇങ്ങനെ ഒരുപാട് കാറ്റഗറികൾ ഉണ്ടെങ്കിലും വേറെ ഒരു പ്രത്യേക തരം കാറ്റഗറി ഉണ്ട് കേട്ടാ. ക്യാപ്ഷൻ കിങ് എന്നൊക്കെ വിളിക്കുന്ന പിഷാരടി ചേട്ടന് നല്ല പരിചയമുള്ള ആൾക്കാരായിരിക്കും കേട്ടോ ഇതിലുള്ളത്. അപ്പൊ ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇട്ടിട്ട് അതുമായി ബന്ധമുണ്ടെന്ന് തോന്നും, എന്നാൽ ബന്ധമില്ല എന്ന് തോന്നും. അങ്ങനത്തെ ക്യാപ്ഷൻ ഇടുക. ഉദാഹരണത്തിന് പച്ചപ്പുള്ള സ്ഥലത്ത് പോയിട്ട് പച്ചപ്പരിഷ്കാരി എന്ന് ക്യാപ്ഷൻ ഇടുക. നക്ഷത്രത്തിന്റെ കൂടെ നിന്നിട്ട് ഒരു സൂപ്പർ ചാര ചിത്രം. ഇങ്ങനെയൊക്കെ ക്യാപ്ഷൻ ഇടുന്ന പരിപാടി പിഷാരടി ചിലപ്പോൾ പരിചയം ഉണ്ടായേക്കാം. ഇത്രയും കാറ്റഗറി ഉണ്ടായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഫുഡ് ബ്ലോഗേഴ്സ് ആണ്. ഒരു സമാധാനമാണ്, സന്തോഷമാണ് ഇവരുടെ വീഡിയോ കാണുമ്പോൾ. ഫുഡ് ബ്ലോഗേഴ്സിൽ ഫുഡാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത് എങ്കിലും ഇവരുടെ പ്രസന്റേഷനാണ് എനിക്ക് അതിലും കൂടുതൽ ഇഷ്ടം. ഇപ്പൊ ആദ്യ കാലത്തൊക്കെ ഇവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. ഇതിന്റെ മസാലയുടെ ടെക്സ്ചറും കളറും ഒക്കെ കണ്ടാൽ നമുക്കറിയാം ഇത് വളരെ സ്പൈസി ആണ്, ഫ്ലഫി ആണ്, സോഫ്റ്റ് ആണ്, തേങ്ങയുടെ ബോർഡാണ്. അങ്ങനെ 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 പിന്നെ നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലെ പിള്ളേരെല്ലാം എടുത്തു. അപ്പൊ അവരുടെ ഒരു ശൈലിയിലായി പിന്നെ പ്രസന്റേഷൻ. അപ്പം ഇതിലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ഇവന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവന് യാത്രകൾ ഇഷ്ടമല്ല, സഞ്ചരിക്കാനേ മടിയാ. അപ്പം
ഇവൻ 8ാം ക്ലാസ്സിൽ ടൂർ പോകാൻ മടിയായിട്ട് പഠിത്തം നിർത്തിയവനാ ഇപ്പൊ ട്രാവൽ വ്ളോഗ് ചെയ്ത് ജീവിക്കുക. ഇവന്റെ ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ ഇവൻ കവലയിലേക്ക് ഇറങ്ങി വയ്ക്കും. കവലയിൽ ഇറങ്ങിട്ട് ജംഗ്ഷനിൽ ഏറ്റവും നല്ല കട നോക്കും. എന്നിട്ട് അവിടെ ചേട്ടും ചേട്ടാ ഞാൻ തീറ്റയും കൂടി എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ്, ചേട്ടൻ്റെ ഒരു ഡിഷ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സ് കാണും, സബ്സ്ക്രൈബേഴ്സ് കാണും. ഇവൻ ഇതെല്ലാം തള്ളുന്നെന്ന് പറഞ്ഞാൽ അവന് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടണം. ഫുഡ് കിട്ടും, ചേട്ടൻ പൊതുവെ അവന് കിട്ടാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇവനിത് കിട്ടും, മേടിക്കും, എന്നിട്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കും, ഡെസ്ക് അങ്ങനെ ഇടും, എന്നിട്ട് പരിപാടി തുടങ്ങും. ഹലോ ഗൈസ്, ചങ്ങായിമാരെ, ഞാൻ വന്നിരിക്കുന്ന മലപ്പുറത്തുള്ള തിരൂരങ്ങാടിയിലെ 70 ഉറുപ്പിക്ക് ചാർമ കിട്ടുമെന്ന് പറഞ്ഞ് മണ്ടിപ്പാഞ്ഞ് വന്നാണ്. ആ ഡെസ്ക് ഒന്ന് തിരിക്കും, മറ്റേ അറ്റത്ത് പോയിരിക്കും. എവിടെ നാടാ വന്നത്? നമ്മൾ പാലക്കാട് നാണുകണ്ട കടയിൽ സാമ്പാർ കൂട്ടി ചോറുണ്ടോ നീ? നിങ്ങൾ തീർച്ചയായും ഇതിലെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. എന്നിട്ട് ഇവന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവനെ നാട്ടുകാർ ചീത്ത വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവന്റെ വീട്ടുകാരും കൂട്ടുകാരും ചീത്ത വിളിക്കും. അതേ ഫ്ലോയില് ഞാൻ ഇവന്റെ ഈ വീഡിയോ വന്നപ്പോൾ കമന്റ് എടുത്ത് നോക്കി. അപ്പൊ ഇവന്റെ അച്ഛൻ തന്നെ കമന്റ് ഇട്ടിരിക്കുക, നാട് മാറുമ്പോൾ നിന്റെ ഭാഷ എങ്ങനെയാ മാറണേ, നീ പണ്ട് ഇവിടെ പറഞ്ഞു. ഇവന്റെ അച്ഛൻ ഏത്? അപ്പം ഇത്രയും നേരം ഈ സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും, കുറ്റം പറയുകയും ചെയ്യും. ഇത് മുഴുവനും കാണുന്ന ഒരു മണ്ടനാണ് ഞാൻ. താങ്ക് യു. ഓക്കെ, ദാറ്റ് വാസ് എ റിയലി ഗുഡ് പെർഫോമൻസ്. പക്ഷേ സന്തോഷ് സാറിന്റെ ഒരു ഫാനാണ് കേട്ടോ ഞാൻ. രമേശ് ചേട്ടാ, എന്തിന്റെ ഫാനായിരുന്നു? സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിന്റെ ഫാനാണ് ഞാൻ. എല്ലാവരും ഇഷ്ടമുള്ള ആൾക്കാരാണ്. അദ്ദേഹം അങ്ങനെ ഹേറ്റേഴ്സ് ഉള്ള ആളൊന്നും അല്ല. ഇൻസ്റ്റാഗ്രാം കഥകൾ വളരെ രസമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് പറഞ്ഞു പോയി. ഇതിനകത്തൊരു വലിയ സ്വാതന്ത്ര്യം ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആണുങ്ങൾ ഇടുന്ന എല്ലാ ഡ്രസ്സും പെണ്ണുങ്ങൾക്ക് ഇടാം. ലുങ്കി ഉടുക്കാം, ഷർട്ട് ഇടാം, ജീൻസ് ഇടാം, ഷർട്ട് ഇടാം, എന്ത് വേണേ ഇടാം. പക്ഷെ പെണ്ണുങ്ങൾ ഇടുന്ന ഡ്രസ്സ് ആണെങ്കിൽ ഇടാൻ പറ്റൂല. ഈ ഡ്രസ്സ് ഞാൻ ഇട്ടുണ്ടോ ആൾക്കാർ എന്നെ കല്ലുവെച്ചറിയുമല്ലോ. അതുകൊണ്ട് പറ്റില്ല. അതുപോലെയാണ് ഇൻസ്റ്റാഗ്രാം. നീ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരുപാട് പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് സിനിമയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഈ സൈഡും ഇങ്ങനെ ഒരു ഫോട്ടോ അതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ അതുപോലെ ഇടാം. പിന്നെ കിടന്ന് റീൽസ് ഈ മറ്റേ സ്റ്റോറിക്ക് അത് ബൂമറാങ് ഈ സാധനം ഇഷ്ടം പോലെ ചെയ്യാം. വെറുതെ ഇങ്ങനെ കാല് നീട്ടി വെച്ചിരുന്നിട്ട് ഈ കാലിന്റെ ഫോട്ടോ എടുത്തിടാം. ടീ ടൈം വിത്ത് ഒരു ചായയുടെ ഗ്ലാസും ഒരു സാധനം ഇടാം. കാറിൽ പാട്ട് വെച്ചിട്ട് കാർ സ്റ്റീരിയോ ഷൂട്ട് ചെയ്തിടാം. എന്നിട്ട് നമ്മളൊക്കെ ഇത് ചെയ്ത് ആരും ഇത് സംഭവിക്കൂടെ? എന്ത് കഷ്ടമാണ്. നമ്മൾ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ ജീവിക്കുന്നത് എന്നുള്ളത് വീട്ടുകാർ പോലും കാണത്തില്ല. എന്ത് പാടുപെടുന്ന നമ്മൾ. ഇവർക്ക് എന്ത് വേണേ ചെയ്യാന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവരുടെ ഫീലിംഗ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ വളഞ്ഞിരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, സ്റ്റേ വളയൽ എഴുതി വെച്ചാൽ ഇവൻ വളഞ്ഞിരിക്കണവനാ, ഇവൻ ന്യായീകരിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് പറഞ്ഞു. വളരെ ഗംഭീരമായി കേട്ടാ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ പിഷുവിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കാണുമ്പം അതിൻ്റെ ക്യാപ്ഷനും അതിനുള്ള ലൈക്കൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും നമുക്ക് ഒന്നിട്ട് നോക്കാം. പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും അതിനുവേണ്ടി മെനക്കെടാനുള്ളൊരു ഒരു മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കിത് പറ്റാറില്ല. പക്ഷേ ഇൻസ്റ്റ ഞാൻ നന്നായിട്ട് കാണാറുണ്ട്, മറ്റുള്ളവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും ജോസഫ് അനക്കുട്ടി ജോസ് അദ്ദേഹത്തിൻ്റെതാണെങ്കിലും ഒക്കെ വീഡിയോസ് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇതിനകത്ത് വന്നു, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, നന്നായിരുന്നു. നല്ലൊരു മുഖമുണ്ട് മോന് കേട്ടോ, നല്ല ചിരി, മിടുക്കനാണ്. ഓൾ ദ ബെസ്റ്റ്. അത് മാത്രമല്ല, ഇൻസ്റ്റാ റീൽസിലൊക്കെ കുറച്ചുകൂടി വയലൻസ് കുറവും രസമുള്ള കാഴ്ചകൾ, ചെറിയ ചെറിയ ഹ്രസ്വമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ നേരം പോക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ലോക്ക്ഡൌൺ സമയത്തൊക്കെ നമ്മൾ ചുറ്റിപ്പോയനെ. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അതിനകത്തുണ്ട്. വളരെ ഗംഭീരമായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ കുറച്ച് വീഡിയോസ് ഉണ്ട്, എന്ത് രസം എന്ന് പറയാം. തീരെ കുഞ്ഞുങ്ങളുടെ അതിന്റെ കുറച്ച് എക്സ്പ്രഷൻ ഓരോന്ന് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ. എന്താന്ന് അനന്തകൃഷ്ണൻ മനസ്സിലായോ? എന്താ അങ്ങനെ പകച്ചു പോകുന്നത്? ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായെന്ന്. സംസ്കൃതം അറിയാത്തതായതുകൊണ്ട് സംസ്കൃത രൂപേണ 2 ശ്ലോകം അങ്ങോട്ട് ചൊല്ലിയെന്ന് മാത്രം. കാരണം വെച്ചാൽ നവമാധ്യമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാടിനും നമ്മുടെ മക്കൾക്കും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സന്തോഷമായിട്ടുണ്ട്. ഗംഭീരമായിരിക്കണമെന്ന് വെച്ചാൽ അതിഗംഭീരമായിരിക്കണം. ഇതിൽ പരം വേറെ എന്താ വേണ്ടത്? അനന്തകൃഷ്ണ, നിങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്ന ഈ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഒക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കലാരൂപങ്ങളായിരുന്നു. അപ്പം അവര് വന്ന് നേരിട്ട് നിങ്ങളെ അഭിനന്ദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഗംഭീരമായി. സന്തോഷം. അപ്പൊ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, അഭൗമ്യമൗര്യേ സൗഭാഗ്യലക്ഷണേ ഭൗമേലാതഗോപാദിഷ്ടിങ്കളതം. മനസ്സിലായോ? ഇല്ല.
മനസ്സിലാവാത്തതുകൊണ്ട് വേഗം പൊക്കോളൂടുന്നു. അതാ നല്ലത്. അല്ലെങ്കിൽ ഇവിടെ പലതും മനസ്സിലാവേണ്ടി വരും. വേഗം ഇറങ്ങിക്കോളൂ. സന്തോഷമായിരിക്കണോ? അഭിനന്ദനങ്ങളുണ്ട് കേട്ടോ. ഗംഭീരമായിരിക്കണോ അല്ലേ? എന്താ പിന്നെ കൊച്ചുകുട്ടികളുടെ പ്രകടനങ്ങള്. ചാക്യാരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഈ വക സാധനങ്ങളോ കുന്ത്രാണ്ടങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെയ്യണത് രാജാവും മന്ത്രിമാരും കാണും. അത് മാത്രം ഉണ്ടായിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്തു വച്ചാൽ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് സർവേശ്വരൻ ഓരോവിധ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നിരിക്കണോ. അതിനൊക്കെ എല്ലാം സർവേശ്വരനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോ എന്താ ഡയാന രാജകുമാരേതികളെ പറയാനുള്ള വെച്ചാൽ നമ്മുടെ അതിഥികളുടെ വിശേഷങ്ങൾ അറിഞ്ഞു. ഒരാളുടെ നല്ലൊരു പ്രകടനവും കണ്ടു. നമ്മുടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ മുഖത്തുള്ള ചിരിയൊക്കെ കാണുമ്പോണ്ടോ വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ കഴിച്ചിട്ട് നല്ല സന്തോഷവതികളും സന്തോഷവാന്മാരായിട്ട് ഇരിക്കണു. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ ചാക്യാരുടെയൊക്കെ കാലഘട്ടത്തിൽ പണ്ട് നേരത്തെ പറഞ്ഞു രാജാവിനെ പോലും കളിയാക്കാൻ അധികാരമുള്ള ഒരാളാണ്. പക്ഷെ ഇന്നത്തെ കാലത്തെ അവസ്ഥാന്തരം എന്താന്ന് വെച്ചാൽ കണ്ടത് പറഞ്ഞാൽ കഞ്ഞില്ലാത്തൊരു കാലഘട്ടം ആയതുകൊണ്ട് തമാശകൾ പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. കാച്ചി കുറുക്കിയിട്ട് ആളുകൾക്ക് വേദനിക്കാത്ത രൂപത്തിൽ, ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലുള്ള തമാശകൾ പറഞ്ഞാൽ നമുക്ക് എക്കാലത്തും ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ജീവിക്കാം. പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ തമാശകൾ പറയുമ്പോൾ സൂക്ഷിക്കുമ്പോൾ പറഞ്ഞ തമാശകൾ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നെയും പിന്നെയും പറയാതിരിക്കുക. പറഞ്ഞ തമാശകൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അടിച്ചു കൊണ്ടുപോകുന്നുള്ള പേടി ഉണ്ടാവുക. അപ്പോൾ ഇനി ആരുടെ തമാശയാണോ നമ്മൾ കേൾക്കാൻ പോണത്? ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മാത്യൂസ് ജയഹോസ് എന്നുള്ള പുതിയൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ തമാശ. മാത്യൂസ് ആദികളെ വേദിയിലേക്ക് അങ്ങോട്ട് സ്നേഹപൂർവ്വം വിശ്വാസപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യാട്ടോ. മാത്യു ചേട്ടാ സ്വാഗതം. എവിടുന്നാ വരുന്നേ? ഞാൻ പനങ്ങാട് വന്നു. പനങ്ങാട്. എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ്സാണ്, ചെറിയൊരു ബിസിനസ്. എന്തിന്റെ ബിസിനസ് ആണ് ചേട്ടാ? എനിക്ക് ബെഡിന്റെ കവറ്, പില്ലോ കവറെല്ലാം കടകളിൽ സപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരു പത്രത്തിൽ സബ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഓ വെരി ഗുഡ്. ഇതിപ്പം വീട്ടിൽ വെച്ച് തന്നെ മാനുഫാക്ചറിങ് ആണോ അതോ ഡിസ്ട്രിബ്യൂഷൻ ആണോ ഉള്ളത്? മാനുഫാക്ചറിങ്ങും ഉണ്ട്. ഞാൻ പുറത്ത് പിള്ളേരെ ഇരുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ തന്നെ റെപ്രസെന്റേറ്റീവ് വർക്ക് ഞാൻ തന്നെ ചെയ്യുന്നത്. രണ്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബിസിനസിനിടയിൽ തമാശ എങ്ങനെയാണ് തോന്നിയത്? ഞാൻ വളരെ ചെറുപ്പത്തിൽ ഈ എഴുത്തെനിക്കുള്ളതാണ്. 125 ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ വെരി ഗുഡ്. എനിക്ക് ചെറുപ്പം മുതല് 13 വയസ്സുള്ളപ്പോൾ വരെ കവിതയൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ബാലയുഗം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ മാസിക ഉണ്ടായിരുന്നു. അതില് കവിതയൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് പോലെ എനിക്ക് അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അങ്ങനെ എഴുതുന്നത്. എഴുത്തും പരിപാടിയൊക്കെ ഉണ്ട്. ഉണ്ട്. ഈ ജയ് ഹൗസ് എന്നുള്ളത് കുടുംബ പേരാണ്. ജയ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ സർനെയിമാണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലെ പലർക്കും പ്രായമുള്ള പലർക്കും ജയിലാണ് പേര് തുടങ്ങുന്നത്. ജേക്കബ്, ജോസഫ്, ജോസ്, അങ്ങനെ. പിന്നെ PG വുഡ്ഹൗസിന്റെ നോവൽസ് അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിലെ ഹൗസ് എടുത്തു. ഈ ഞങ്ങളുടെ പലരുടെയും പേരിലുള്ള ജെ എടുത്തു. അങ്ങനെ ജെ ഹൗസ് എന്ന് ഒരുമിച്ച്. ആ പേര് ഞങ്ങൾ 3 പേർക്കേ ഉള്ളൂ ലോകത്തില്. എന്റെ ചേട്ടനും എനിക്കും എന്റെ മോൾക്കും മാത്രം. ജെ ഹൗസ്. ഓ മോൾക്ക് ഇട്ടിട്ടുണ്ട്. മോൾക്ക് അലീന എം ജെ ഹൗസ്. ജെ ഹൗസ് അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരാ. ജെ ഹൗസ് ഇതുവരെ ഞാൻ സെർച്ച് ചെയ്തിട്ടെങ്കിലും കണ്ടിട്ടില്ല. അപ്പൊ ഈ എഴുത്തല്ലാതെ സ്റ്റേജ് പെർഫോമൻസും ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ജായ്ക്ക് പാട്ടുകാരുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്, അറിയാലോ അല്ലേ? ഒരുവിധം പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകാരുടെ പേരിൽ ജാ എന്ന് പറയുന്ന അക്ഷരമുണ്ട്. ജായ ഉണ്ട്, പാട്ടുകാരൻ നന്നാവും എന്നാ പറയുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ള പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ജസ്റ്റിൻ ബീബറിനുണ്ട്. മലയാളത്തിൽ എടുത്തു കഴിഞ്ഞാൽ KJ യേശുദാസ്, M ജയചന്ദ്രൻ, P ജയചന്ദ്രൻ, MG ശ്രീകുമാർ, G വേണുഗോപാൽ, സുജാത, ജോത്സ്ന, മഞ്ജരി, KG മാർക്കോസ്, ജാനമ്മ ഡേവിഡ്, S ജാനകി, അങ്ങനെ അങ്ങനെ നോക്കി ഒരുപാട് പേർക്ക് ജാ ഉണ്ട് അല്ലേ ഷാൻ ചേട്ടാ? ചെറുതായിട്ട് പാടുന്ന ഷാജോണിലും ഉണ്ട് ഒരു ജാ. നല്ല ജാ അടങ്ങുന്നത് ആണ്. അപ്പൊ ജെ ഹൗസ് പൊളിക്കും. അതെ. ഞാനിപ്പോൾ പറഞ്ഞ മാത്യൂസ് ജെ ഹൗസ് ആണ്, പനങ്ങാട് നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ളത് നിങ്ങളെ പറ്റിയും എന്നെ പറ്റിയും തന്നെയാണ്. അതായത് മലയാളികളെ പറ്റി. മലയാളികൾക്ക് പല സവിശേഷതകളും ഉണ്ട്. ടിപ്പിക്കൽ മലയാളി എന്നൊരു പ്രയോഗം തന്നെ ഇടയിട്ടടുത്ത് കേട്ട് വരുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ വണ്ടിയിൽ ടൗണിൽ കൂടി പോകുമ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് മുന്നിൽ പോയിരുന്ന ബൈക്കുകാരൻ ശ്രദ്ധിക്കാതെ ഓടിച്ച് അതിൻ്റെ തൊട്ട് മുന്നിൽ മര്യാദയ്ക്ക് പോയിരുന്ന ഒരു കാറിൽ കൊണ്ട് ഒറ്റടി. വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. കാറിൻ്റെ ബാക്ക് സൈഡ് കുറച്ചൊന്ന് ചളുങ്ങി. പിന്നെ ഞാൻ കാണുന്നത് ഈ ബൈക്കുകാരൻ ദേഷ്യത്തിൽ ചാടി ഇറങ്ങി വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് നേരെ ഈ കാറിൻ്റെ ഡ്രൈവറിനെ പോയി ചീത്ത വിളിക്കുന്നതാണ്. കാറിൻ്റെ ഡോറ് പിടിച്ച് വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു, ഗ്ലാസ്സിലടിക്കുന്നു, ആകെ ബഹളം. സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാർ ചുറ്റും കൂടി. ആദ്യമൊക്കെ അവർ കേട്ട് നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേശ്ശായിട്ട് അവർ ഇടപെടാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബൈക്കുകാരന് മനസ്സിലായി ചർച്ച പുരോഗമിക്കുന്നത് തനിക്കെതിരെയാണെന്ന് മനസ്സിലായി. അടി കിട്ടുമെന്ന ഘട്ടം വന്നപ്പോഴത്തേക്ക് ഇയാൾ പതുക്കെ നേരത്തെ ഇടിയിൽ നെഞ്ചുവേദന എടുക്കുന്നു എന്ന മട്ടിൽ അഭിനയിച്ചൊരൊറ്റ കിടപ്പ് റോഡിൽ കരയാനും തുടങ്ങി. കൂടി നിന്നവരെല്ലാം ഈ നെഞ്ചുവേദനക്കാരൻ തൻ്റെ തലയിലാവുമോ എന്ന് പേടിച്ച് പതുക്കെ രക്ഷപ്പെട്ടു. അവർ മലയാളികളാണല്ലോ. ഞാനും ഒരു ടിപ്പിക്കൽ മലയാളിയാണ്.
ഇത്രയും ബുദ്ധിയും അഭ്യാസവും കാണിക്കുന്ന ഈ മലയാളിയെ പറ്റിക്കാനായിട്ട് ഒരൊറ്റ വാചകം മതി. പണിയെടുക്കാതെ കാശുണ്ടാക്കാനുള്ള വിദ്യ പറഞ്ഞു തരാം. അതിലേത് മലയാളിയും വീഴും. അതിനുവേണ്ടി എത്ര ലക്ഷം രൂപ വേണേൽ മുടക്കുകയും ചെയ്യും. പണ്ട് ആട് തേക്ക് മാഞ്ചിയമായിരുന്നു. ഈ മാഞ്ചിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ തമിഴിലെ ഫേസായി എന്ന് അന്നൊരു ചൊല്ലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം ഹൈടെക്കാണ്. നൈജീരിയ എന്നുള്ള ഒരൊറ്റ കോള് മതി. നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പറും പാൻ നമ്പറും പിൻ നമ്പറും വീട്ടിലെ വേലക്കാരിയുടെ നാൾ വരെ പറഞ്ഞു കൊടുക്കും. പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ ആഗ്രഹിച്ച നമ്മൾ കയ്യിൽ നിന്ന് പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയായിരിക്കും പിന്നീടുള്ള കാലം വർക്ക് ചെയ്യുക. സത്യത്തിൽ എനിക്ക് സംശയം നൈജീരിയക്കാരെ നമ്മളാണോ നമ്മൾ നൈജീരിയക്കാരെയാണോ ഉടായ്പ പഠിപ്പിച്ചതെന്നാണ്. രണ്ടും ഒന്നിനൊന്ന് വെട്ടും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കാര്യത്തെ പറ്റി പറയാം. ഞാനൊരു സാധാരണ മലയാളിയാണ്. ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് വരുന്ന ദിവസം കൃത്യമായിട്ട് കയ്യിൽ കാശില്ലാണ്ടാവുന്ന ഒരു സാധാരണ മലയാളി. അതിനുവേണ്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട് വരെ എടി നിൻ്റെ കാശ് വല്ലതും ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന ഒരു സാധാരണ മലയാളി. ഈ സാധാരണ മലയാളിക്ക് എപ്പോഴും ഒരു ഇരട്ടവറ്റ സഹോദരൻ ഉണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ട്. എനിക്കുണ്ട് അങ്ങനെ ഒരു ഇരട്ടവറ്റ സഹോദരൻ. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരന് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അപകടം പറ്റി. പുള്ളി ഒരു സൈക്കിളും ചവിട്ടി പോകുമ്പോഴത്തേക്ക് ഒരു കാറ് വന്നിടിച്ചു. കാലിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചർ. പുള്ളി ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ അപകടം ഉണ്ടായതെന്ന് പറയുന്നവരും ഉണ്ട്. എന്തായാലും 3-4 വർഷം കേസ് പറഞ്ഞ് പുള്ളിക്ക് ഇൻഷുറൻസിൽ നിന്ന് നല്ലൊരു തുക കിട്ടി. പുള്ളി ആ കാശുകൊണ്ട് മകളുടെ കല്യാണം വളരെ ഭംഗിയായിട്ട് നടത്തി. ഈ കല്യാണം കൂടിയിട്ട് തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭാര്യ അകത്തെ മുറിയിരുന്ന് പറയുന്നത് കേട്ടു, ഇത് ഞാനെ കൊണ്ട് നിർബന്ധിച്ച് വെള്ളവടി നിർത്തിച്ചത് അബദ്ധമായി പോയെന്ന്. തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എനിക്കുണ്ടല്ലോ ഒരു മോള്. എൻ്റെ ഭാര്യയും ഞാനുമായിട്ട് ഇടയ്ക്ക് ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അവൾ ലേശം ഇരുണ്ട നിറവാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞടി 6 മാസം കഴിയുമ്പോൾ കമ്പനി 5 ലിറ്ററിൻ്റെ ക്യാൻ ഇറക്കുന്നുണ്ട്, അത് മേടിച്ചു തരാം, നിനക്കാകുമ്പോൾ അത്രയൊക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിന് വഴക്കിട്ടു. അപ്പോഴല്ല, 6 മാസം കഴിഞ്ഞിട്ട് കമ്പനി ആ 5 ലിറ്ററിൻ്റെ ക്യാൻ ഇറക്കിയില്ലല്ലോ എന്നും പറഞ്ഞായിരുന്നു വഴക്ക്. വേറൊരു ദിവസം പറഞ്ഞു തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു തലയ്ക്ക് ഭയങ്കര ഭാരം പോലെയൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ശരിയാണ്, എനിക്ക് ഭയങ്കര ഭാരം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കളിമണ്ണ് പൊതുവേ ഭാരം കൂടിയ ഒരു വസ്തുവാണെന്ന് പറഞ്ഞു. അതിനും വഴക്കിട്ടു. എന്തായാലും എൻ്റെ ഈ ഇരട്ടവറ്റ സഹോദരനെ, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ വഴിയിൽ ഉപേക്ഷിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഒരു ബിസിനസ് തുടങ്ങണം. മൃഗസ്നേഹിയായ ഞാൻ നാട്ടുകാർ വോഡാഫോൺ പട്ടി എന്ന് വിളിക്കുന്ന പഗ്ഗിനെ വാങ്ങിച്ച് ബ്രീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ നിന്ന് 15,000 രൂപ കടം വാങ്ങിച്ച് ഞാനൊരു പഗ്ഗിനെ വാങ്ങിച്ചു. അവൾക്ക് നല്ലൊരു പേര് ഇട്ടു, പിങ്കി. ഞാൻ അവളെ വിജയകരമായിട്ട് ബ്രീഡ് ചെയ്യിച്ചു. അവളെ വിജയകരമായിട്ട് 8 കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തു. 35 ദിവസം കൊണ്ട് വിറ്റെടുക്കേണ്ട ഈ 8 കുഞ്ഞുങ്ങളെ എനിക്ക് വിൽക്കാൻ പറ്റിയത് 9 മാസം കൊണ്ടാണ്. കുഴപ്പമില്ല, നല്ലൊരു തുക കിട്ടി. ഞാൻ ആ തുക മുഴുവനായിട്ട് ഈ 8 കുഞ്ഞുങ്ങൾക്ക് 9 മാസം തീറ്റ വാങ്ങിച്ച കടയെ കൊണ്ട് കൊടുത്തു. ബാക്കി കടവും പറഞ്ഞു. പൈശാചികമായ കാരണങ്ങൾ കൊണ്ട് ഈ കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിച്ച 15,000 രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കുഞ്ഞുങ്ങളെല്ലാം വിറ്റിട്ടും അവൻ്റെ കാശ് കൊടുത്തില്ല എന്നാണ് അവൻ്റെ പരാതി. അതിപ്പോൾ കേസായിട്ട് കോടതിയിൽ നടക്കുന്നു. എനിക്കിനിയും പല ബിസിനസ് ഐഡിയാസും ഉണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കേസൊന്ന് തീരണം. അല്ലാതെ ഞാൻ എങ്ങനെ ഇനി ഒരാളുടെ നിന്ന് പോയി കടം വാങ്ങിക്കും? ഇരട്ടവറ്റ സഹോദരൻ അപ്പോഴും കൂടെ തന്നെയുണ്ട്. അങ്ങനെ നിവർത്തികെട്ട് സിനിമയിൽ അഭിനയിച്ചുകളയാന്ന് വിചാരിച്ചു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒരു എതിരാളിയാകാൻ വേണ്ടിയൊന്നുമല്ല. തേച്ചുകൊണ്ടിരിക്കുന്ന പാൻസ് കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഹോളിൽ കൂടി അപ്പുറത്തേക്ക് നോക്കാനും, ലാൻഡ് ഫോണിൽ കോൾ വന്നു കഴിഞ്ഞ് അത് കട്ടാകുമ്പോഴത്തേക്ക് ആ റിസീവറിൻ്റെ അകത്തേക്ക് തുറച്ചു നോക്കാനും, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതും നടന്നില്ല. കാരണം ഞാൻ അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു സാധാരണ മലയാളിയായി പോയില്ലേ. ഇങ്ങനെ പോയാൽ ഞാൻ ഏതെങ്കിലും മാവുങ്കൽ യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കേണ്ടി വരും. അതിൽ ഞാൻ വിജയിക്കും, കാരണം ഞാനൊരു മലയാളിയാണല്ലോ. പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കയറി കഴിഞ്ഞിട്ട് 1-1, 2-2 എന്ന് എഴുതി വെച്ചേക്കുന്ന കാണുമ്പോൾ എന്നാൽ പിന്നെ 2 ലാഭം, 2 നടന്നു കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണ മലയാളി. യൂട്യൂബിൽ കയറി വേണ്ടാത്ത ഫോട്ടോസ് എല്ലാം സെർച്ച് ചെയ്ത് അത് കിട്ടിക്കഴിയുമ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈബർ സെല്ല് പിടിക്കുമെന്ന് പേടിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്ന ഒരു സാധാരണ മലയാളി. എന്നെക്കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. താങ്ക്സ്. ചേട്ടാ നന്നായിരുന്നു. രമേശേട്ടാ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അതിനകത്ത് അതിന്റെ പറച്ചിലിനും ചെയ്ത്തിനും ഒക്കെ നമുക്ക് കണ്ടുപരിചയമില്ലാത്തൊരു ചെറിയ ഒരു എനിക്ക് കുറച്ചു നേരം ഏതോ ഒരു ലെക്ചററുടെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുകയാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അത്രയും കൃത്യമായിട്ട് പറഞ്ഞതിൽ പലയിടത്തും നല്ല നർമ്മങ്ങൾ ഉണ്ടായിരുന്നു. വളരെയധികം ഒബ്സർവ് ചെയ്ത് നമ്മുടെ ചില പൊതു സ്വഭാവങ്ങളെയൊക്കെ ഒബ്സർവ് ചെയ്ത് ഈ വണ്ടി ഇടിക്കുന്ന കാര്യവും അങ്ങോട്ട് ചൂടാകുന്ന കാര്യവും പകുതിയാവും വിട്ടിട്ട് പോകുന്ന കാര്യമൊക്കെ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. സൂപ്പറായി. താങ്ക് യു. മാത്യൂസ്, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. കാര്യം ആ എഴുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഭംഗി ആ ഒരു മൊത്തത്തിൽ ആ ഒരു ലാംഗ്വേജിലുണ്ടായിരുന്നു. കാരണം ഓരോന്ന് പറയുമ്പോഴും അതിനൊരു വൃത്തി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ. പിന്നെ ഈ സ്ഥിരം നമ്മൾ ഈ സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ കാണുന്ന പോലത്തെ ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നില്ല. വളരെ കൂളായിട്ട് നിന്ന് വളരെ പ്ലസൻ്റ് ആയിട്ട് നിന്നത് അത് പ്രസൻറ്റ് ചെയ്തു. വളരെ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. 13-ാം വയസ്സിൽ ബാലമാസികയിൽ എഴുതി വന്നു എന്ന് പറഞ്ഞ കവിത ഇപ്പോൾ ഓർമ്മയുണ്ടോ?
ഓർമ്മയില്ല. കവിത മുതൽ ചെറുകഥ വരെ നീണ്ടു കിടക്കും നല്ലൊരു സുന്ദരി നീ എന്നതിന്റെ ലാസ്റ്റ് 2 ലൈൻ അത് മാത്രം ഓർമ്മ. കവിത മുതൽ ചെറു കഥ വരെ നീണ്ടു കിടക്കും നല്ലൊരു സുന്ദരി നീ. അതാണ് അതിന്റെ ലാസ്റ്റ് വരി. അത് മതി നമുക്ക്. അത്ര നല്ല ലാസ്റ്റ് വരി ഉണ്ടെങ്കിൽ അതിന്റെ പുറകിലോട്ട് എന്താന്നുള്ളതൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. കോപ്പി ഉണ്ട്, എന്റെ കോപ്പി ഇരിപ്പുണ്ട്. പക്ഷെ പഠിച്ചില്ല ആദ്യത്തെ എഴുത്. പഠിച്ചില്ല. ഓക്കെ, അപ്പോൾ മനോഹരമായൊരു പെർഫോമൻസ് ആയിരുന്നു എന്നാണ് നമുക്ക് കമന്റ്സ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. അപ്പോൾ വന്നതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വരിക. താങ്ക് യു സോ മച്ച്. മൂവിംഗ് ഓൺ ടു our നെക്സ്റ്റ് സ്പെഷ്യൽ സെഗ്മെന്റ്, ദി എക്സലൻസ് അവാർഡ്. ഇന്നത്തെ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്ന താരം ഒരു മികച്ച അഭിനേത്രിയാണ്. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും കഴിഞ്ഞ വർഷക്കാലങ്ങളായിട്ട് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന കലാകാരി, നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായ സീമ ജി നായർ. സ്വാഗതം ചേച്ചി. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ പറഞ്ഞു. എന്ത് പറയാനാണ്, ഒരുപാട് സന്തോഷം സീമാജി കണ്ടപ്പോഴേ. പിന്നെ കുറച്ച് നാളും കൂടെ നമ്മൾ കണ്ടു. കാണുമ്പോ സന്തോഷം. അതാണ് കാണുമ്പോ സന്തോഷം കൂടുതൽ. കഴിഞ്ഞ സിനിമയിലും ഞങ്ങൾ എത്ര ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മുടെ വിഷ്ണുവും ബിബിനും കൂടെ ഹീറോസ് ആവുന്ന ഒരു പടമുണ്ട്, മരതകം. അതിനു മുമ്പ് കേശു ഉണ്ടായിരുന്നു. കേശു വീടിന്റെ അകത്തുള്ള നിങ്ങൾ ഭാര്യയും ഭർത്താവല്ല, പ്രിയങ്ക ചേച്ചിയായിരുന്നു. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തന്നില്ല വേഷം. ഞാൻ ജാഫർക്കയുടെ വൈഫായിട്ടുണ്ടായിരുന്നു ആ സിനിമയില്. സീമ ചേച്ചി ഈ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ് ഷെയറിങ് ഹാപ്പിനെസ്. അങ്ങനെ വരുമ്പോൾ സീമ ചേച്ചിയെ പറ്റി പറയുന്നതിനകത്ത് സീമ ചേച്ചി അഭിനയിച്ച ദൂരദർശൻ തൊട്ടുള്ള സീരിയലുകൾ, സിനിമകൾ, സ്റ്റേജ് ഷോകൾ, കോമഡി പരിപാടികൾ, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പറയുന്ന ഒരു പെർഫോമൻസിലൂടെ ആളുകളെ ചിരിപ്പിക്കുന്നതിനപ്പുറമുള്ള ഒരു സന്തോഷം പങ്കുവെക്കുന്ന ആളാണ് സീമ ചേച്ചി. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം, എനിക്ക് ഇവിടുന്ന് ബാക്കിലോട്ടൊരു ഏകദേശം ഒരു 15 വർഷം മുമ്പ്, അതൊരു നമ്മുടെ പരിപാടിയുടെ സ്വഭാവത്തിന് ചേരുന്ന കാര്യമാണെന്ന് അറിയില്ല, പക്ഷെ പറയാതെ പോകാൻ പറ്റില്ല. സീമ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പരിപാടിക്ക് വരണം, എൻ്റെ ഒരു പരിപാടിയാണ്, അതിന് പൈസയൊന്നുമില്ല, പരിപാടിക്ക് വരണം. ശരി ചേച്ചി വരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പരിപാടിക്ക് പോയപ്പോൾ ഒരു 10 വയസ്സിൽ താഴെയുള്ള ഒരു 25-30 കുട്ടികളുണ്ട് അവിടെ. 10 വയസ്സിൽ താഴെയുള്ള 30-ലധികം കുട്ടികൾ അവിടെ ഉണ്ട്. അവരുടെ കൂടെ നമ്മൾ പാട്ട് പാടുന്നു, അവരുടെ ബലൂൺ പെറുക്കുന്നു, അവർ കുട്ടികളൊക്കെ കളിക്കുന്നു, രസിക്കുന്നു. ഇതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 കുട്ടികളും ഒരു 2-3 വർഷത്തിനകം മരിച്ചു. ഇവരെല്ലാം ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടവരാണ്, രോഗികളാണ്. ഇവരുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇവർക്ക് കാണണം എന്ന് പറയുന്നു, അല്ലെ കളിക്കണമെന്ന് പറയുന്നു. അവർക്കിത് അറിയില്ല, ഇവർ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസ്പായി പോകും പെട്ടെന്ന്. എങ്കിലും അത്തരത്തിലൊരു ചടങ്ങിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് സീമാജി നായർ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പഞ്ചവർണ്ണത്തത്ത എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ജയറാമേട്ടൻ ഈ ഗെറ്റപ്പിലാകുന്നതിന്റെ കാരണം ഈ അസുഖമാണ്. പക്ഷെ നമ്മളത് സിനിമയിലൊരു ഷോട്ടിൽ ഒരു എക്സ്റേ കാണിച്ച് തീർക്കുന്നേ ഉള്ളൂ, കാര്യം പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു രോഗിയാണെന്ന് പോലും ആ സിനിമയിൽ എവിടെയും പറയുന്നില്ല, പറയാതെ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ചാക്കോച്ചനോട് ജയറാമേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, പറ്റുന്നതാണെങ്കിൽ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ ഡയലോഗ് എഴുതുമ്പോൾ ഞാൻ സീമ ചേച്ചിനെ മനസ്സിൽ ഓർത്തിട്ടുണ്ട്. അത് എഴുതുന്ന സമയത്ത്, കാരണം അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ആ സിനിമയിൽ സീമ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിലും ഉറപ്പായും അത് എഴുതുന്ന സമയത്ത് ഈ കാര്യം ഞാൻ എൻ്റെ കൂടെ എഴുതിയ ഹരിയോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ആഗ്രഹം സാധിച്ചു കൊടുക്കൽ. സിനിമ തീരുമ്പോൾ ലാസ്റ്റ് ഡയലോഗ് പറയുന്നുണ്ട്, നമ്മൾ 5 പേരുടെ ആഗ്രഹങ്ങളാണ് ഈ സിനിമയിൽ തീർത്തിട്ടുള്ളത്. പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന 5 പേരുടെ ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞാൽ 5 ആഗ്രഹങ്ങൾ എണ്ണവിട്ട് പറഞ്ഞാണ് ആ സിനിമ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണോ ആളുകൾ കണക്ട് ചെയ്ത് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ലെങ്കിലും അതിനകത്ത് ചേച്ചിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഞാൻ ഇപ്പം ഇവിടെ വെച്ച് പറയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കേശു വീടിന്റെ നാഥൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ കുറേ പേരുണ്ടല്ലോ, ജാഫർക്ക, നസീർക്ക, എല്ലാവരും ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങളൊരു ബസ്സിലെ ഒരു യാത്ര ഉണ്ടായിരുന്നല്ലോ കുറേ. അപ്പോൾ കൂടുതൽ ദിവസം ആ ബസ്സിനുള്ളിലായിരുന്നു. അപ്പോൾ എല്ലാവരും ചിരിയും കളിയും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും സീമാജീനെ എപ്പോൾ നോക്കിയാലും കിട്ടില്ല, കാര്യം എപ്പോഴും ഫോണിലായിരിക്കും. ജാഫർക്കയാണ് ഭർത്താവ്. അപ്പോൾ ജാഫർക്ക പറയും, എൻ്റെ ഭാര്യ മാത്രമേ ഇപ്പോൾ മോണി കുത്തിക്കൊണ്ടിരിക്കും, വിളിങ്ങി എപ്പോഴും പ്രിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറ്റം പറച്ചിലാണ്. അപ്പം കുറേ കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ഒരു അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ സമാജി? പറഞ്ഞു, ഇങ്ങനെ ഒരു ആവശ്യമാണ്, അതൊന്ന് ചെയ്തു കൊടുക്കുക. ഞാൻ പറഞ്ഞു, അതിനെന്താ ചെയ്തു കൊടുക്കുക? അപ്പം അത്രയും പേര് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് തമാശ പറയുന്നതിനിടയ്ക്കും സീമാജി വേറൊരു കുട്ടിയുടെയോ ആരുടെയൊക്കെയോ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറെ വഴക്കം കേട്ടു. എപ്പോഴും ഫോണിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും
എല്ലാവരും വഴക്ക് പറഞ്ഞു. 24 മണിക്കൂർ ഈ ഫോൺ, ഇത് ആരോടാ സംസാരിക്കുന്നത്? ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കാരണം ഇങ്ങനെയുള്ള എനിക്ക് ഒരു അതെ, അതിന്റെ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സദസ്സിൽ പറയില്ല. കാരണം ഒരു വാക്കുകൊണ്ട് ആ സദസ്സിന്റെ മൊത്തം രസവും സന്തോഷവും നമ്മൾ ഇത് പറയുന്നു, നമ്മൾ ഇത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ഒരുപാട് ഏരിയകളിൽ നമ്മൾ ദുഃഖം കൊടുത്തുകൊണ്ട് നടക്കുന്ന ആളാവരുത്. അതെ 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 നമ്മളിത് ചെയ്തു, ബാക്കിയുള്ളവന്റെ ഹാപ്പിനെസ് കളഞ്ഞിട്ട് വേർത്തിന് ഹാപ്പിനെസ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അവരുടെ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്നാണ് ഏകദേശം സീമ ചേച്ചി ഇതിലോട്ട് ഇപ്പൊ ഫുൾ ടൈം ചെയ്യുന്നുണ്ട്, അഭിനയമുണ്ട്, ഏതാണ്ട് ഏത് പോയിന്റിലാണ് സീമ ചേച്ചി ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വരുന്നതും ചെയ്യുന്നത്? സ്കൂള് മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് എല്ലാവർക്കും വേണ്ടി. പക്ഷെ ഇതൊരു സീരിയസ് ആയിട്ട് അപ്പോഴൊന്നും എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ല. അമ്മ ക്യാൻസർ പേഷ്യൻ്റായിട്ട് RCCയിൽ കിടക്കുന്ന സമയത്താണ്. നമുക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോഴാണ് അവിടെ ഓരോരുത്തരും വന്നിട്ട് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനാണെങ്കിലും ശരി, ഒരു ജോഡി ഡ്രസ്സിനാണെങ്കിലും ശരി ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ നാടകത്തിൽ അഭിനയിക്കുക. അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ സീരിയസ് ആയിട്ട് തീരുമാനമെടുത്തു, എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ആരെയൊക്കെ സഹായിക്കാൻ പറ്റുമോ സഹായിക്കാം. അത് ഇന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. ഇതൊക്കെ ഒരു തവണയാകാം, 2 തവണ പറ്റും, ചിലർക്ക് ഇത് 10 തവണ പറ്റും. ഇത് 100ാമത്തെ തവണ ചോദിക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നിടത്തേക്ക് എത്തുമ്പോഴേക്കും അതൊരു വലിയ പാടുള്ള കാര്യമാണ്. ഇപ്പോഴും അതെങ്ങനെയാ, അപ്പൊ അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് സീമ ചേച്ചി പറ്റുന്നത്? ഇത് എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ്, ഇതെങ്ങനെയാണ് ഞാൻ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ട്രസ്റ്റ് ഒന്നും എനിക്കില്ല സ്വന്തമായിട്ട്. പക്ഷേ വിദേശത്ത് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാ മാസവും എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, എന്താ ചെയ്യണ്ടേ, ഈ മാസം എന്താ ചെയ്യണ്ടേ. അപ്പം ഒരു ജോർജുമ്മൻ സാറും ഫാമിലിയുണ്ട് UAE. അപ്പോൾ സാർ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് സാർ എന്നെ വിളിക്കുക ചെയ്തത്. വിളിച്ചപ്പോൾ ചോദിച്ചു, സീമ ഡിസംബർ വരെ ആർക്കൊക്കെ നമുക്ക് സഹായം കൊടുക്കാൻ പറ്റുമോ നമുക്ക് സഹായം കൊടുക്കാം, സീമയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടണ്ട, അത് അർഹതപ്പെട്ട ആൾക്കാരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം, അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസംബറിൽ ആ സഹായം നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ജാനുവരി കഴിഞ്ഞു. ജാനുവരി ഞാൻ ചോദിച്ചില്ല സാറിനോട്. സാറിൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മാസം ലിസ്റ്റ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പം ജാനുവരിയിൽ കൊടുത്തു. അപ്പം എനിക്ക് ആശ്വാസമായി. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കലാകാർക്ക് തന്നെ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും കുറേ പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി. അങ്ങനെ ഒരു 3-4 പേരുണ്ട്. അവർക്ക് നമ്മൾ അക്കൗണ്ട് നമ്പർ അയക്കും, അവർ ഡയറക്റ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ട് കൗണ്ടർ ഫോയിൽ എനിക്ക് അയക്കും. അപ്പം ഞാൻ എല്ലാവരെയും വിളിച്ച് പറയും, ഒരു താങ്ക്സ് പറയണം, ഇവർക്കൊക്കെ ഒരു താങ്ക്സ് വോയിസ് മെയിലോ മെസ്സേജോ ആയിട്ട് എനിക്ക് ഇട്ട് തരണമെന്ന് പറയും. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പിഷാരടി എങ്ങനെയൊക്കെയോ എൻ്റെ കാര്യങ്ങൾ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലല്ല, വളരെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട്. അതെന്താ അറിയാമോ, ഇത് നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയണ്ടെന്ന് പറയുന്ന പലരും, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, ഇതാരോടും പറയണ്ട എന്ന് പറയുന്ന പലരും, ഇത് പറഞ്ഞത് കൊണ്ട് കിട്ടുന്ന ഗുഡ്വിൽ വേണ്ടാത്തത് കൊണ്ട് മാത്രമല്ല പലരും പേര് പറയാത്തത്. പേര് പറഞ്ഞാൽ ചോദിക്കുന്നതിന്റെ എണ്ണം കൂടും. ചോദിക്കുന്നതിന്റെ എണ്ണം കൂടിയാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഒരുപാട് പേര് പലതും ചെയ്യുമ്പോൾ എന്റെ പേര് പറയണ്ടെന്ന് പറയുന്നതിന്റെ കാരണം, ഇവിടെയുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഒരാളോ 2 ആളോ ഒരു ഗവൺമെന്റോ വിചാരിച്ചാൽ പറ്റാത്ത കാര്യമാണ്. നമ്മളിപ്പം ഒരാൾക്കൊരു സംഭവം കൊടുത്തു, ഇത് അയാൾക്ക് കിട്ടി, അവിടെ നിന്നാണ് കിട്ടുന്നത്. ഇപ്പൊ ഈ പരിപാടി കണ്ടാൽ ഒരു അവശത അനുഭവിക്കുന്ന ഒരാൾ കണ്ടാൽ, സീമ ചേച്ചിയോടൊന്ന് ചോദിക്കാം, അവരിത് ചെയ്യുമല്ലോ എന്ന്. ഇങ്ങനെ ഒരു 100 പേര് ഒരു ദിവസം വിചാരിച്ചാൽ ഈ പറഞ്ഞ പോലെ ഫോൺ താഴെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമുക്കിത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം വരും. എനിക്ക് കുറ്റബോധമല്ല, അങ്ങനെ ഒരു വിവരം അറിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എൻ്റെ പോക്കാണ്. പിന്നെ അവർക്ക് എങ്ങനെ ആ സഹായം എത്തിച്ചു കൊടുക്കാം, കൊടുത്തു കഴിയുമ്പോഴേ എനിക്ക് സമാധാനം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസവും കുവൈറ്റിൽ നിന്ന് ഒരു അൽഫോൻസ് ആൻറ്റി ഉണ്ട്. അൽഫോൻസ് ആൻറ്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സീമ, ദൈവം തമ്പുരാന് പോലും എല്ലാവരുടെ കാര്യങ്ങളും ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം സീമയ്ക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നിനക്ക് പറ്റുന്നതിലപ്പുറം നീ ഇപ്പം ചെയ്യുന്നുണ്ട്. പറ്റുന്നത് പോലെ ഇതൊരു വശത്തൂടെ പൊക്കോട്ടെ, ഹെൽത്ത് ശ്രദ്ധിക്കുക, ടെൻഷൻ കയറി വേറെ അസുഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം പിഷാരടി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കാരണം 100 കണക്കിന് ഫോൺ കോൾസ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുമുണ്ട്. ഈ സെഗ്മെന്റിൽ വന്നിട്ടുള്ള ഇതുവരെ വന്ന എല്ലാവരുടെയും കലാജീവിതം, കലാപ്രകടനം,
കലാപരമായ കഴിവുകൾ എന്നിവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും അതെ. പറഞ്ഞിട്ടുള്ളതും. പക്ഷെ നമുക്ക് ഇത്തവണ ഏതോ 2 സിനിമയുടെ പേര് വെറുതെ പറഞ്ഞു പോയതിനപ്പുറം കാര്യമായി സീമ ചേച്ചിയിലെ കലാകാരിയെ കുറിച്ച് ഇവിടെയൊന്നും പറയാൻ നമുക്ക് സമയമുണ്ടായിരുന്നില്ല. രണ്ടുപേരും സീമ ചേച്ചി എന്ന കലാകാരിയെ എല്ലാവർക്കും അറിയാം. കലാപ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ മികച്ച വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കലാകാരിയും വ്യക്തിയും തമ്മിലുള്ള മത്സരം നടത്തുമ്പം ഒരുപാട് പേർക്ക് അത് ഒപ്പമാണ്, ഒരുപാട് പേർക്ക് കല മുന്നിലാണ്. എന്നാൽ വ്യക്തി കലാകാരിയേക്കാൾ ഒപ്പമോ മുന്നിലോ ആയതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ സംഭവിച്ചത്. ഈ പരിപാടിയിൽ വന്നതിൽ വളരെ വലിയ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. സീമാജി, ഈ അടുത്തൊരു മദർ തെരേസ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അത് വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഈ അഭിനയ രംഗത്താണെങ്കിലും ഈ പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും കിട്ടിയിട്ടുള്ള അതുപോലുള്ള അംഗീകാരങ്ങളെ കുറിച്ചൊന്ന് പറയാം. അംഗീകാരം മദർ തെരേസയാണ് സാമൂഹിക പുരസ്കാരം. അത് സാമൂഹിക സേവനത്തിനുള്ള അവാർഡ്. അത് കലയുടെ പ്രഥമ പുരസ്കാരം ഗവർണറിൽ നിന്നാണ് സെപ്റ്റംബർ 21 ഏറ്റുവാങ്ങിയത്. പിന്നെ ഏറ്റവും നല്ല നാടക നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് 92-ല്. ഏറ്റവും നല്ല TV നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് 2014-ലാണ് അത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇപ്പം ഒരു ബൈത്തുൽ മാൽ ഫൗണ്ടേഷൻ്റെ വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം, അത് നമ്മുടെ സാമൂഹിക സേവനത്തിനാണ്. അറേബ്യൻ ഫാഷൻ ജുവലറിയുടെ വക ഒരു സാമൂഹ്യ സേവന പുരസ്കാരം എന്ന് പറഞ്ഞ് കലാഭവൻ മണിച്ചേൻ്റെ പേരിലുള്ള അതും അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവാർഡുകൾ കുറേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് മാത്രമല്ല ഫണ്ട്സ് അപ്പോൺ ടൈമിന്റെ എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, തരാൻ പോണതല്ലേ ഉള്ളൂ. അടുത്ത പരിപാടി പോകുമ്പോൾ ഇതും കൂടെ പറയണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞോളാം. ചേച്ചി, രമേശ് ഏട്ടൻ 15 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കഥ പറഞ്ഞു. പക്ഷേ എനിക്ക് റീസെൻ്റ് ആയിട്ട് ഈ അടുത്ത കാലത്ത് വരെ ചേച്ചി ഈ ഒരു മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മെ വിട്ടുപോയ ആക്ട്രസ് ശരണ്യയുടെ ഒരു എന്താ പറയാ. അല്ല, ശരണ്യ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരണ്യ എനിക്ക് മോളെ പോലെയായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷം അവളുടെ ഒപ്പമാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പം ആ ഒരു മോളെ എത്രത്തോളം എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയോ അത്രത്തോളം ചേർത്ത് പിടിച്ചു. അവളുടെ ജീവൻ വിട്ടുകൊടുക്കാതിരിക്കാൻ മാക്സിമം ഫൈറ്റ് ചെയ്തു. അവൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. പക്ഷേ അവളുടെ ജീവൻ പിടിച്ചു നിർത്താനുള്ള ആഗ്രഹം മാത്രം എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അത് ജീവിതത്തിൽ വേദനയായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ നന്ദൂട്ടൻ എപ്പോഴും എന്നോട് പറയാ, എന്നെ യശോദാമ്മയെ പോലെ കാണണമെന്നാണ് പറയുന്നത്. അപ്പം നന്ദൂട്ടൻ പോയി 2 മാസം കഴിഞ്ഞപ്പോഴാണ് ശരണ്യ പോകുന്നത്. അപ്പോൾ ഒരമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് 2 മാസത്തിനിടയ്ക്ക് 2 മക്കളെയാണ്. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരമ്മയാണെങ്കിൽ പോലും എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച കുട്ടികൾ എന്നുള്ള രീതിയിൽ ആ ഒരു വിഷമം എനിക്കത് പറയാൻ പറ്റില്ല. ചേച്ചി, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മുടെ ഫ്ലോറിലെത്തിയതിൽ സന്തോഷം. ഞങ്ങളുടെ സ്നേഹാദരം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇത് ചേച്ചി കൈമാറാനായിട്ട് രമേശ് ചേട്ടനെയും ഷാജുൻ ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. സീമാജി നായർ കഴിഞ്ഞ കുറച്ചു നേരം ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ചില പ്രേക്ഷകർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് എന്നത് ഒരു പുതിയ അറിവായിരിക്കും. എന്തിന് ആ വിഷയങ്ങൾ കൂടുതലായി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും 90% മനുഷ്യരും പരസ്പരം സഹായിക്കുന്നവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുമൊക്കെയാണ്. ഒരു കാര്യം, നമ്മളെല്ലാം ഇപ്പോൾ ചെയ്യുന്നത് എന്താണോ അതിനേക്കാൾ കുറച്ചുകൂടെ ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സീമ ചേച്ചിയോട് ഈ വിഷയം മാത്രം നമ്മൾ സംസാരിച്ചത്. അമൃത TV അതിന്റെ പ്രവർത്തകർ ഷെയറിംഗ് ഹാപ്പിനെസ് എന്ന ഈ കാര്യം കഴിഞ്ഞ തവണ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അമൃത ചാനൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ചാനലാണ്. നമ്മളും എല്ലാവരും വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒരിക്കലും ഒരു സീമ ചേച്ചിയുടെ മാനുഷിക അധ്വാനത്തിന്റെ അത്രയും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങൾ പകർന്നു നൽകുന്ന, സമാധാനം പകർന്നു നൽകുന്ന അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് സീമാജി നായർ. സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ ധന്യമാക്കിയതിൽ വലിയ സന്തോഷം. ഒപ്പം നമുക്കിപ്പോൾ ഇവിടെ പറയാവുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങൾക്ക് ഇനിയും സീമ ചേച്ചിക്ക് വിളികൾ വരും, ആവശ്യക്കാർ വരും. അത്തരം സന്ദർഭങ്ങളിൽ മടികൂടാതെ ഒരു വിളി വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ പ്രോഗ്രാമിനെയും ടീമിനെയും വിളിക്കാം. ഞങ്ങളും അതിനൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സീമ ചേച്ചിക്ക് പറയാറുണ്ട്.
മാത്യൂസ് ജയഹോസ്, അനന്തകൃഷ്ണൻ എന്നിവരാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ കണ്ടുപിടിക്കാം. അതിനായി ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അനന്തകൃഷ്ണനും മാത്യൂസ് ജയഹൗസും മികച്ച 2 പ്രകടനങ്ങളായിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. രണ്ടുപേരും നമ്മളെ ചിരിപ്പിച്ചു. എങ്കിലും കൂടുതൽ പുതിയ വിഷയവും കാലികമായ കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചത് ഇന്നത്തെ എപ്പിസോഡിന്റെ ബെസ്റ്റ് പെർഫോമറായത് അനന്തകൃഷ്ണൻ. ഹൈ, ചാക്യാർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കണോ? കാരണം വെച്ചാൽ പ്രതിഭാധനരായിട്ടുള്ള ഇവന്മാർ രണ്ടുപേരെ അവതരിപ്പിച്ച പരിപാടി കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നിങ്ങളുടെ കയ്യടി കിട്ടിയപ്പോൾ ഇവർക്കും സന്തോഷമായി ഇല്ലേ? ഇവരുടെ ഇത് സമ്മാനം കിട്ടിയപ്പോൾ അതിലേറെ സന്തോഷമായി. അപ്പോൾ എന്താ ചാക്യാർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ കാലവും നല്ലവണ്ണം സന്തോഷത്തിലിരിക്കുക. പരമാവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും സന്തോഷങ്ങളുണ്ടാവും. സന്തോഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രം ചാക്യാർ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ചാക്യാരുടെ വക